അപകീർത്തിയെ പരാമർശ കേസിൽ അയോഗ്യനായതിനു പിന്നാലെ രാഹുൽ ഗാന്ധിക്ക് തന്റെ ഔദ്യോഗിക വസതി ഒഴിയേണ്ടി വന്നിരുന്നു. 19 വർഷക്കാലം താമസിച്ച ഡൽഹിയിലെ തുഗ്ലക് ക്രസന്റിലെ വീട്ടിൽ നിന്നും രാഹുൽ ഇറങ്ങിയത് BJPക്കാർ മതിമറന്ന് ആഘോഷിച്ചിരുന്നു. 2023 ഏപ്രിൽ 23-നാണ് രാഹുൽ ഗാന്ധിക്ക് തന്റെ എല്ലാമായ വസതി BJPയുടെ കുബുദ്ധിക്ക് മുന്നിൽ അടിയറവ് വെക്കേണ്ടി വന്നത്. എന്നാൽ ഒരു വർഷത്തിനിപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിളങ്ങുന്ന വിജയത്തോടെ ഔദ്യോഗിക വസതിയിൽ രാഹുൽ ഒന്നുകൂടി ഇരിപ്പുറപ്പിക്കുമ്പോൾ അന്ന് രാഹുലിനെ പരിഹസിച്ചവരിൽ മുൻപന്തിയിലുണ്ടായിരുന്ന സ്മൃതി ഇറാനി തോൽവി വാങ്ങി വീട്ടിലിരിക്കുകയാണ്. അപകീർത്തി കേസിൽ സുപ്രീം കോടതി കുറ്റവിമുക്തനാക്കിയതോടെ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഔദ്യോഗിക വസതിയിലേക്ക് രാഹുൽ ഗാന്ധി മടങ്ങി വരികയായിരുന്നു. പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരടുവലികളും രാഹുൽ ഈ വീട്ടിൽ വെച്ചാണ് നടത്തിയത്. തെരഞ്ഞെടുപ്പിൽ വമ്പൻ ജയം നേടി കോൺഗ്രസ് പാർട്ടിയെ ശക്തമായ പ്രതിപക്ഷമാക്കിയ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി തന്നെ രാജ്യത്ത് കളം നിറയുമ്പോൾ അന്ന് രാഹുലിനെ പുറത്താക്കാൻ ചരടുവലി നടത്തിയ സ്മൃതി ഇറാനി ഡൽഹിയോട് എന്നേക്കുമായി വിട പറഞ്ഞിരിക്കുകയാണ്. പുതിയ സർക്കാർ രൂപീകരിച്ച് ഒരു മാസത്തിനുള്ളിൽ മുൻ മന്ത്രിമാരും MP-മാരും അവരുടെ സർക്കാർ വസതികൾ ഒഴിയണമെന്നതാണ് നിയമം. ഇതിനു പിന്നാലെയാണ് സ്മൃതി ഡൽഹിയോട് വിട പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ക്യാബിനറ്റ് റാങ്കിൽ ഒരു പദവിയിൽ സ്മൃതി ലക്ഷ്യമിട്ടതാണ്. എന്നാൽ നിരാശയായിരുന്നു ഫലം. അമേഠിയിൽ കോൺഗ്രസിന് മുന്നിൽ 1.5 ലക്ഷം വോട്ടുകൾക്ക് വീണതിന്റെ ചീത്തപ്പേര് അടുത്ത കാലത്തൊന്നും സ്മൃതിയെ വിട്ടുപോകില്ലെന്നതും ഉറപ്പാണ്. സ്മൃതി തോറ്റതിന്റെ ചീത്തപ്പേര് മുഴുവൻ BJPക്കാരുടെയും മോദിയുടെയും തലയിൽ ഇട്ടതോടെ തന്നെ ആ വനിതാ നേതാവ് പാർട്ടിക്കാരുടെ കണ്ണിലെ കരടായി മാറിയിരിക്കുകയാണ്. ഇതോടെയാണ് ക്യാബിനറ്റ് റാങ്ക് പദവിയും സ്മൃതിയുടെ കൈവിട്ടുപോയത്. ഒടുവിൽ മറ്റു വഴികളൊന്നുമില്ലാതെ സ്മൃതി ഡൽഹിയിൽ നിന്നും വിടവാങ്ങുകയായിരുന്നു. രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന നേതാവാണ് സ്മൃതി ഇറാനി. ഒരു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ അട്ടിമറിച്ചുവെന്ന അഹംഭാവത്തിൽ പല രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തി BJPയെ പലപ്പോഴും പ്രതിക്കൂട്ടിൽ നിർത്താൻ മാത്രമാണ് സ്മൃതിക്ക് സാധിച്ചിരുന്നത്. ഏറ്റവും ഒടുവിലായി അമേഠി മണ്ഡലത്തിൽ സ്മൃതി ഇറാനിക്ക് പടുകൂറ്റൻ തോൽവി സമ്മാനിച്ചാണ് ജനങ്ങൾ മറുപടി കൊടുത്തത്. 2019-ൽ രാഹുൽ ഗാന്ധിയെ അട്ടിമറിച്ച് മണ്ഡലം പിടിച്ച സ്മൃതി ഇക്കുറി നാണംകെട്ട തോൽവിയിലേക്കാണ് കാലിടറി വീണത്. 55,120 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച സ്മൃതി തോറ്റതാകട്ടെ 1.5 ലക്ഷം വോട്ടുകൾക്കാണ്. കേന്ദ്രമന്ത്രി എന്ന പദവി ദുരുപയോഗം ചെയ്ത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ വിയർപ്പൊഴുക്കിയ സ്മൃതി പക്ഷേ അമേഠിയിൽ ജയിക്കാൻ ശ്രമിച്ചുവെങ്കിലും വൈകിപ്പോയിരുന്നു. അതേസമയം സ്മൃതി മുഖ്യ ശത്രുവായി കണ്ട രാഹുൽ ഗാന്ധിയുടെ സ്ഥാനം ഇന്ന് എവിടെയാണെന്നും BJPക്കാർ കാണേണ്ടതുണ്ട്. കോൺഗ്രസിനെ മഹാവിജയത്തിലേക്ക് നയിച്ച് പ്രതിപക്ഷ നേതാവ് സ്ഥാനവുമായി ഡൽഹിയിൽ രാഹുൽ തിളങ്ങി നിൽക്കുകയാണ്. അടിച്ചമർത്തിയവർ അതിർത്തി കടക്കുമ്പോൾ തല ഉയർത്തിപ്പിടിച്ച് ഭാവി പ്രധാനമന്ത്രി പദവിക്കരികെ തന്നെ നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി.